ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ ആണ്. അതായത് നാം ഈ മാനേജീരിയൽ കൺട്രോൾ നമുക്ക് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്സ്, അതിനുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ ടൂൾസ് ഏതൊക്കെയാണെന്നാണ്. മാനേജീരിയൽ കൺട്രോളിന് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ടെക്നിക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ട്രഡീഷണൽ ടെക്നിക് ആൻഡ് സെക്കൻഡ് വൺ മോഡേൺ ടെക്നിക്. ഇത്തരത്തിൽ 2 ടെക്നിക്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ട്രഡീഷണൽ ടെക്നിക്സ് അല്ലെങ്കിൽ പരമ്പരാഗതമായ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ വെരി ഫസ്റ്റ് വൺ, പേഴ്സണൽ ഒബ്സർവേഷൻ. ഇത് വേറൊന്നുമല്ല, ഇറ്റ് ഇനേബിൾസ് ദ മാനേജർ ടു കളക്ട് ദ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് സൈക്കോളജിക്കൽ പ്രഷർ ഓൺ ദി എംപ്ലോയീസ് ടു പെർഫോം വെൽ. അതായത് ഇവിടെ ഓരോ എംപ്ലോയീസിനെ കുറിച്ചും നാം എന്ത് ചെയ്യും? അവരുടെ ഡാറ്റ നാം കളക്ട് ചെയ്യും. അവരുടെ ഡാറ്റ എന്ന് വെച്ചാൽ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട ഡാറ്റ നാം കളക്ട് ചെയ്യുന്നു. അത് കളക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു സൈക്കോളജിക്കൽ പ്രഷറാണ്. എംപ്ലോയീസിന് അറിയാം ഞങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പരമാവധി എംപ്ലോയീസ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് അവരുടെ വർക്ക് പെർഫോമൻസ് അവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഓരോ എംപ്ലോയീസിന്റെ വിവരങ്ങൾ പേഴ്സണലി നാം കളക്ട് ചെയ്യുന്നതിനെയാണ് അതിന് നാം പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് മെത്തേഡാണ്, അതായത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ രണ്ടാമത്തെ ഒരു രീതിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്. അതായത് നമുക്ക് കുറേയധികം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് ഉണ്ട്. അതായത് ആവറേജസ്, പെർസെൻറ്റേജസ്, റേഷ്യോസ്, ഇങ്ങനെ തുടങ്ങിയ കുറേയധികം വിവരങ്ങൾ നമുക്കുണ്ട്. ഈ വിവരങ്ങളുടെ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ സാധിക്കും? അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതുവഴി നമുക്ക് മാനേജീരിയൽ കൺട്രോൾ നടത്താനും സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസ്, ഒരു മെത്തേഡാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസിൽ നാം 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്തുന്നത്. ഇറ്റ്സ് എ ടെക്നിക് യൂസ്ഡ് ബൈ ദ മാനേജേഴ്സ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ ചെലവ്, നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടി വരും നമ്മുടെ ചെലവും, അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് വോളിയവും, അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ബ്രേക്ക് ഈവൻ അനാലിസിസിൽ നടക്കുന്നത്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടോട്ടൽ റവന്യൂവും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നാം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആകെ വരുമാനവും ആകെ ചെലവും ഈക്വൽ ആകുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റിന് നാം ഇക്വിലിബ്രിയം പോയിന്റ് എന്നും അതുപോലെ തന്നെ പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നും പറയാറുണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റിനെ. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷൻ ഉണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷൻ ഇതാണ്: ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ എന്നാണ്. ഇവിടെ നമുക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ +2 ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല ബ്രേക്ക് ഈവൻ പോയിന്റിനെ കുറിച്ച്. നോക്കൂ, ആ ബ്രേക്ക് ഈവൻ ചാർട്ട് നമുക്ക് നോക്കാം. ആ ബ്രേക്ക് ഈവൻ ചാർട്ട് പരിശോധിക്കുമ്പോൾ അവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലെ, ആ പി എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ നമ്മുടെ കോസ്റ്റ്, അതായത് സി എന്ന് പറയുന്ന കോസ്റ്റും അതുപോലെ തന്നെ എ എന്ന് പറയുന്ന റവന്യൂ ലൈനും, ഈ കോസ്റ്റ് ലൈനും റവന്യൂ ലൈനും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് നാം പി എന്ന് പറയുന്നത്. ആക്ച്വലി ആ പി എന്ന പോയിന്റിലാണ് അവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് നിലനിൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ പ്രത്യേകത, ബ്രേക്ക് ഈവൻ പോയിന്റിൽ നോ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോ ലോസ് എന്ന കണ്ടീഷനാണ്. ലാഭമോ നഷ്ടമോ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ ഉണ്ടാകുന്നില്ല. അവിടെ റവന്യൂ അതുപോലെ തന്നെ കോസ്റ്റും ഇക്വേറ്റ് ചെയ്യുന്നു, ഈക്വൽ ആകുന്നു. അതുകൊണ്ടാണ് അവിടെ റവന്യൂ ലൈനും അതുപോലെ തന്നെ കോസ്റ്റ് ലൈനും തമ്മിലൊരു ഇന്റർസെക്ഷൻ നടക്കുന്നത്. ഇനി നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലെ ലാസ്റ്റ് ടെക്നിക്, ലാസ്റ്റ് ഒരു ഡിവൈസ് ആണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്സ് ഉണ്ടാകും. ഈ ബഡ്ജറ്റുകളൊക്കെ തന്നെ നാം ഒരു സ്റ്റാൻഡേർഡ് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡിനെ നാം വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു മെത്തേഡാണ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ നമുക്ക് ഇങ്ങനെ പറയാം: ഇറ്റ്സ് എ ടെക്നിക് ഓഫ് മാനേജീരിയൽ കൺട്രോൾ in which all operations are planned in advance in the form of budgets and actual results are compared to the budgetary standard. നാം തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്, നാം ബഡ്ജറ്റിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈഡ് ചെയ്യാറുണ്ടല്ലേ. നമ്മുടെ ഓരോ ബഡ്ജറ്റിലും സെയിൽസ് ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ് തുടങ്ങി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ബഡ്ജറ്റ്സ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ്സ് ഉണ്ടാകാം.
ഈ ഓരോ ബഡ്ജറ്റിലും നാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഡിസൈഡ് ചെയ്യാറുണ്ട്. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണോ ആക്ച്വൽ പെർഫോമൻസ് നടന്നിട്ടുള്ളത് എന്ന് ബഡ്ജറ്റിന്റെ സഹായത്തോടു കൂടി നാം വിലയിരുത്തുന്നതിനെയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സ് ആയിട്ട് പറയാൻ കഴിയുക. ഇനി നമുക്ക് മോഡേൺ ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ആധുനികമായ മാർഗങ്ങൾ ഏതൊക്കെയാണ് മാനേജറിയൽ കൺട്രോളിൻ്റെ. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്, അല്ലെങ്കിൽ ROI മെത്തേഡ്. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു വെദർ ദ ക്യാപിറ്റൽ പ്രൊവൈഡ്സ് റീസണബിൾ ആൻഡ് ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്കറിയാലോ, നമ്മളെല്ലാവരും എന്തിനാണ് ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് വളരെ റീസണബിളും അതുപോലെ തന്നെ ഫെയറുമായിട്ടുള്ള റിട്ടേൺ, ലാഭം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇനി നാം മുതൽ മുടക്കിയതിനനുസരിച്ചിട്ടാണോ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ROI. ROIയുടെ ഇക്വേഷൻ ഇതാണ്: റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓർ ROI ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമുക്ക് കിട്ടുന്ന എല്ലാം പോയതിനു ശേഷം നമുക്ക് കിട്ടുന്ന നെറ്റ് ഇൻകം, അതിനെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ROI അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത്. ഇനി നമുക്കുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡാണ്, അതായത് നമ്മുടെ മോഡേൺ മെത്തേഡ്സിൽ രണ്ടാമത്തെ ഒരു രീതിയാണ് റേഷ്യോ അനാലിസിസ്. വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഡിഗ്രി തലങ്ങളിൽ വളരെ വിശദമായി പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് റേഷ്യോ അനാലിസിസ്. It refers to analysis of financial statement through computation of different ratios. അതായത് കുറേയധികം റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട്, അനുപാതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ വിലയിരുത്തുന്ന ഒരു രീതിയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. നാം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ അനാലിസിസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോസ് എന്നിവയൊക്കെ. ഇവ എന്താണ് നമുക്ക് പഠിക്കാനില്ല, വളരെ വിശദമായ ഒരു അനാലിസിസ് ഡിഗ്രി തലങ്ങളിലാണുള്ളത്. എങ്കിലും എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമൈൻ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ഷോർട്ട് ടേം സോൾവൻസി മനസ്സിലാക്കുന്നതിനായി നാം ഉപയോഗിക്കുന്ന റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോ. എന്താ സോൾവൻസി? ഒരു ബിസിനസ്സിന് അവരുടെ കടങ്ങൾ കൊടുത്തു വീട്ടുന്നതിനുള്ള അവരുടെ കപ്പാസിറ്റിയാണ് നാം സോൾവൻസി എന്ന് പറയുന്നത്. ഇൻസോൾവൻസി എന്ന് വെച്ചാൽ പാപ്പരാവുക എന്നാണ്. എന്നാൽ സോൾവൻസി എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അവരുടെ കടങ്ങൾ കൊടുത്തു തീർക്കുവാനുള്ള അവരുടെ കപ്പാസിറ്റിയാണ് നാം സോൾവൻസി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിന്റെ, ഒരു ബിസിനസിന്റെ ഷോർട്ട് ടേം സോൾവൻസി പരിശോധിക്കാനായിട്ട് നാം ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. എന്നാൽ എന്താണ് അടുത്ത റേഷ്യോ ആണ് വാട്ട് ഈസ് സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേഷ്യോ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമൈൻ ലോങ് ടേം സോൾവൻസി ഓഫ് ദ ബിസിനസ്. അതായത് നാം തൊട്ടു മുന്നേ പറഞ്ഞ ലിക്വിഡിറ്റി റേഷ്യോയിൽ നമ്മുടെ ഷോർട്ട് ടേം സോൾവൻസിയാണ് പരിശോധിക്കുന്നതെങ്കിൽ, ഒരു ബിസിനസിന്റെ ലോങ് ടേം സോൾവൻസി പരിശോധിക്കുന്നതിനാണ് നാം സോൾവൻസി റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ, അവരുടെ ലാഭക്ഷമത എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലൂടെയാണ്. ആൻഡ് ടേൺ ഓവർ റേഷ്യോസ് ഉണ്ട്. എന്താണ് ടേൺ ഓവർ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേൺ ഓവർ റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമൈൻ ദ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ, നമ്മുടെ പ്രവർത്തനത്തിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നതിനായി നാം ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് ടേൺ ഓവർ റേഷ്യോസ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് കോമൺലി യൂസ്ഡ് റേഷ്യോസ്, ആ ടേബിൾ ഒന്ന് നോക്കുക. അതായത് നാം ഈ തൊട്ട് മുന്നേ പറഞ്ഞ റേഷ്യോസ്, അതായത് ലിക്വിഡിറ്റി റേഷ്യോ, അതുപോലെ സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതുപോലെ തന്നെ ടേൺ ഓവർ റേഷ്യോസ്, ഈ റേഷ്യോസിൻ്റെയൊക്കെ ചില എക്സാമ്പിൾസ് ആണ്. അതായത് ലിക്വിഡിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ലിക്വിഡിറ്റിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് റേഷ്യോസ് ആണ് കറണ്ട് റേഷ്യോയും അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോയും. എന്നാൽ സോൾവൻസിയിൽ നാം ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് റേഷ്യോസ് ആണ്. അതൊന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്, രണ്ടാമത്തത് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്, ആൻഡ് തേർഡ് വൺ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ.
ആൻഡ് ഇനി നമുക്ക് പ്രോഫിറ്റബിലിറ്റി നോക്കാനായിട്ട് നാം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റേഷ്യോസ് ആണ്. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, സെക്കൻഡ് വൺ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് തേർഡ് വൺ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി നമുക്ക് നാലാമത്തെ നമ്മുടെ റേഷ്യോ ആയ ടേൺ ഓവർ റേഷ്യോസ്. ടേൺ ഓവർ റേഷ്യോസിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നതാണ് ഒന്ന് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും റേഷ്യോ അനാലിസിസിൽ വരുന്ന റേഷ്യോസ്. ഇനി നമ്മുടെ മോഡേൺ ടെക്നിക്സിലെ മൂന്നാമത്തെ മെത്തേഡാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് സെക്ഷൻസ്, divisions and departments of an organization are set up as a responsibility center. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ടാകും, ഡിവിഷൻസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും അല്ലേ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സും ഡിവിഷൻസും സെക്ഷൻസും ഒക്കെ ഉണ്ടാകും. ഓരോ സെക്ഷൻസിനെയും നമ്മൾ ഓരോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആയിട്ട് എന്തിനോട് ഫിക്സ് ചെയ്യുന്നു. ഈ മെത്തേഡിനെ നാം പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ നാം പറയുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ ചില പ്രധാനപ്പെട്ട സെന്റേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്തേതാണ് കോസ്റ്റ് സെന്റർ അല്ലെങ്കിൽ എക്സ്പെൻസ് സെന്റർ. പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്. ഹിയർ മാനേജേഴ്സ് ഹു ആർ റെസ്പോൺസിബിൾ ടു റെഡ്യൂസ് ദ കോസ്റ്റ്. കോസ്റ്റ് സെന്റർ അല്ലെങ്കിൽ എക്സ്പെൻസ് സെന്ററിലെ മാനേജേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവിടുത്തെ കോസ്റ്റ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ അടുത്തൊരു സെന്ററാണ് റവന്യൂ സെന്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് സെന്ററിൽ നാം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ റവന്യൂ സെന്റേഴ്സിൽ അങ്ങനെയല്ല. മാനേജേഴ്സ് ഹു ആർ റെസ്പോൺസിബിൾ ടു ജനറേറ്റ് മാക്സിമം റവന്യൂ, പരമാവധി വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റവന്യൂ സെന്ററിന്റെ ലക്ഷ്യം. അടുത്ത മൂന്നാമത്തെ സെന്ററാണ് പ്രോഫിറ്റ് സെന്റർ. പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്. ദ മാനേജേഴ്സ് ഹു ആർ റെസ്പോൺസിബിൾ ഇൻ കോസ്റ്റ് ആൻഡ് റവന്യൂ. അതായത് ഇവിടെ കോസ്റ്റിനും റവന്യൂവിനും തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് പ്രോഫിറ്റ് സെന്റേഴ്സിനുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ്. ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജേഴ്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്, managers who are responsible for not only profit but also as investment in the form of asset. അതായത് ഇവിടെ പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല, നമുക്ക് പരമാവധി ഇൻവെസ്റ്റ്മെന്റുകളിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ, നമ്മുടെ ഫേമിനെ, നമ്മുടെ ബിസിനസ്സിനെ പരമാവധി നല്ല ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇനി മോഡേൺ ടെക്നിക്സിലെ നാലാമത്തെ ഒരു മെത്തേഡാണ് മാനേജ്മെന്റ് ഓഡിറ്റ്. എന്താണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിന്റെ ഓവറോൾ പെർഫോമൻസ്, മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്ന് നാം വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഡിറ്റിന് അതിൻ്റെതായ കുറെ നേട്ടങ്ങളുണ്ട്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ഡെഫിഷ്യൻസി ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളിലുള്ള ഡെഫിഷ്യൻസി, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ കൺട്രോൾ സിസ്റ്റം ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ കൺട്രോൾ സിസ്റ്റത്തെ നമുക്ക് പരമാവധി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് തേർഡ് വൺ ഹെൽപ്സ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓർഗനൈസേഷൻ അകത്തുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഫോർത്ത് വൺ എൻഷുർ അപ്ഡേറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് മാനേജീരിയൽ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. അതായത് നിലവിൽ നമ്മുടെ മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്ന കുറേയധികം പോളിസീസും അതുപോലെ തന്നെ സ്ട്രാറ്റജീസും ഉണ്ടാകാം. ആ സ്ട്രാറ്റജീസും പോളിസീസും പഠിച്ചതിനു ശേഷം അതിലെന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക, തിരുത്തുക. ഇതൊക്കെയാണ് മാനേജ്മെന്റ് ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ മെത്തേഡാണ്, അതായത് മോഡേൺ ടെക്നിക്സിലെ അഞ്ചാമത്തെ മെത്തേഡാണ് PERT അല്ലെങ്കിൽ PERT ആൻഡ് CPM അനാലിസിസ്. രണ്ട് വളരെ പ്രധാനപ്പെട്ട ടെക്നിക്സ് ആണിവ. ഈ PERT അല്ലെങ്കിൽ PERTന്റെ ഫുൾ ഫോം പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ്. അതുപോലെ തന്നെ CPMന്റെ ഫുൾ ഫോം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നാണ്. അതായത് പ്രധാനമായിട്ട് നമ്മുടെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നാം ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക്
ടെക്നിക്സ് ആണിത്. നമുക്കിതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. എന്നാൽ ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിഗ്രി തലങ്ങളിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആയിട്ട് നമുക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ള 2 ഏരിയാസ് ആണ് PERTയും അതുപോലെ തന്നെ CPMഉം. ഇത് രണ്ടും പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ടെക്നിക്സ് ആയിട്ട് നാം മനസ്സിലാക്കുക. നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ പരമാവധി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ചെലവുകൾ കുറച്ചുകൊണ്ട് പരമാവധി നമ്മുടെ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതികളാണ്, അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ നെറ്റ്വർക്ക് ടെക്നിക്സിൽ നടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മോഡേൺ ടെക്നിക്സിൽ അവസാനമായി പറയാനുള്ള ഒന്നാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ഇഫക്റ്റീവ് മാനേജീരിയൽ ഡിസിഷൻ. നമുക്കറിയാലോ, മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കണമെങ്കിൽ കൃത്യമായ ഡാറ്റ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ MIS എന്ന് പറയുന്നത്. ഇവിടെ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ആവശ്യാനുസരണം അത് റിട്രൈവ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യുകയാണ് നാം MISലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് MISന്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. The very first one, it facilitates collection and management of information at different levels. നമ്മുടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓരോ ലെവലുകളിലേക്കും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുകയും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് സപ്പോർട്ട്സ് പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനും MIS ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും ഗുണമേന്മയുള്ള വിവരങ്ങൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് അനദർ വൺ, ഇറ്റ് എൻഷുവേഴ്സ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. പരമാവധി നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറയ്ക്കാനായിട്ട് പറ്റുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് റെഡ്യൂസസ് ഇൻഫർമേഷൻ ഓവർലോഡ് ഓൺ ദ മാനേജേഴ്സ്. മാനേജേഴ്സിനുള്ള ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന ഒരു ബാരിയർ, ഒരു തടസ്സം നീക്കുന്നതിന് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും നാം കൺട്രോളിങ്ങിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മാനേജീരിയൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നിക്സ്.